Hey all, welcome back to Mommy's Flavors. ഓണമൊക്കെ അല്ലേ, നമുക്കിന്നൊരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയാലോ? സദ്യയിൽ ഒട്ടും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വിഭവമാണ് കിച്ചടി. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ റെസിപ്പി തന്നെ അയക്കാം അല്ലേ? ആദ്യമായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അല്പം വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, ജീരകം, കടുക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ വെള്ളമല്ല, പകരം തൈര് ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് തൈര് കൂടെ ചേർത്ത ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇത് നന്നായി തണുത്ത ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമുക്കിവിടെ ബീട്രൂട്ട് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇതിലെ വെള്ളമെല്ലാം പോകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. അരപ്പിലെ വെള്ളമൊക്കെ വറ്റി നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ചട്ടിയിലെ ചൂട് വരെ നമുക്കിനി ധാരാളമാണ്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനി ഇത് അടച്ചു മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ്. നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി മറ്റൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി പൊട്ടിച്ച ശേഷം നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് കൂടി താളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഉഗ്രൻ കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി അമാമീസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക്